ഹായ് ഓൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് ചാപ്റ്ററായ പ്ലേറ്റോസ് തിയറി ഓഫ് മിമസിസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പ്ലേറ്റോ ആരാണ് ആദ്യം അറിയണം. സോ അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അതുപോലെ തന്നെ സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നൊരു പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം ജസ്റ്റിസിനെ കുറിച്ചിട്ടും ട്രൂത്തിനെ കുറിച്ചിട്ടും ആർട്ട്, പിന്നെ ഐഡിയൽ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത് മിമസിസിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് മിമസിസ് എന്ന് നോക്കാം. മിമസിസ് മീൻസ് ഇമിറ്റേഷൻ എന്നാണ്. സോ പ്ലേറ്റോ പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ ഒരു ഇമിറ്റേഷൻ മാത്രമാണ് എന്നതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ആർട്ട് എന്ന് പറയുന്നത് ഒരു ട്രൂ റിയാലിറ്റി അല്ല എന്നതാണ്. അത് ജസ്റ്റ് ഒരു കോപ്പി മാത്രമാണ് എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്ത് പറയുന്നത്. അദ്ദേഹം 3 ബെഡ്സ് അതിൻ്റെ എക്സാമ്പിളാണ് ക്ലിയറായിട്ട് കാണിച്ചു തരുന്നത്. സോ ഇത് ക്ലിയറായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് ബെഡ് എന്ന് പറയുന്നത് ആണ് ഐഡിയൽ ബെഡ്. അതായത് നമ്മുടെ ഐഡിയാസൊക്കെ നിറഞ്ഞിരിക്കുന്ന വേൾഡിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഐഡിയ ആണ് ഫസ്റ്റ് ബെഡ് എന്ന് പറയുന്നത്. അത് ഗോഡ് ക്രിയേറ്റ് ചെയ്ത ഒന്നാണ്. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള സത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ബെഡ് എന്ന് പറയുന്നത് കാർപ്പൻ്ററിൻ്റെ ബെഡാണ്. അതായത് ഈ ഐഡിയൽ ബെഡ് നോക്കി കാർപ്പൻ്റർ ഒരു ഫിസിക്കൽ ബെഡ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതാണ് ശരിക്കും സെക്കൻഡ് ബെഡ് എന്ന് പറയുന്നത്. സോ ഈ കാർപ്പൻ്റർ ഫസ്റ്റ് ബെഡിനെ കോപ്പി ചെയ്തതാണ്. ദെൻ കമ്മിങ് ടു തേർഡ് ബെഡ്, ദാറ്റ് ഈസ് ദ പെയിൻറ്റേഴ്സ് ബെഡ്. പെയിൻറ്റേഴ്സ് ബെഡ് എന്ന് പറയുന്നത് ഈ കാർപ്പൻ്റർ പണിത് വെച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച ഈ ബെഡിനെ നോക്കി അതിനെ ഈ പെയിൻറ്റർ പെയിൻ്റ് അടിച്ചു എന്നാണ്. സോ ഇതെല്ലാം ഒരു കോപ്പിയാണ്. ഐഡിയൽ ബെഡിനെ ആദ്യം കോപ്പി ചെയ്തു കാർപ്പൻ്റർ, വീണ്ടും ഈ കാർപ്പൻ്ററുടെ ബെഡിനെ പെയിൻറ്റർ കോപ്പി ചെയ്തു. സോ ഇതെല്ലാം ഒരു കോപ്പിയുടെ കോപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആർട്ട് എന്ന് പറയുന്നത് ഇസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. സോ ആർട്ട് ഒരിക്കലും റിയാലിറ്റിയെ കംപ്ലീറ്റ്ലി കാണിക്കുന്നില്ല. ഇറ്റ് ഇസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അത് 3 തവണ റിയാലിറ്റിയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തിനാണ് പ്ലേറ്റോ പോയട്രി ക്രിട്ടിസൈസ് ചെയ്തതെന്നുള്ളത് നമുക്കിതിൽ കാണാം. ഇത് ടെക്സ്റ്റിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. സോ പ്ലേറ്റോ പോയറ്റ്സ്, അതായത് ഹോമറിനെ പോലെയൊക്കെയുള്ള പോയറ്റ്സ് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് പോയറ്റ്സ് ആ ഇമിറ്റേറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ശരിയായ നോളജും കാര്യങ്ങളൊന്നുമില്ല. അവർ ജസ്റ്റ് ഇമോഷൻസിനോട് മാത്രമാണ് അപ്പീൽ ചെയ്യുന്നത്. പക്ഷേ അതിൽ റീസൺ ഒന്നും ഇല്ല. അപ്പോൾ ഇവർ എക്സസീവ് ആയിട്ടുള്ള ഗ്രീഫും ആങ്കറും പാഷനും ഇതൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം റീസൺ ആണ് ശരിക്കും സുപ്പീരിയർ ആയിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇമോഷന് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്നാണ്. സോ അദ്ദേഹം പറയുന്നത് പോയട്രിക്ക് നമ്മുടെ മോറൽ സ്ട്രെങ്ത്തിനെ വീക്കൺ അല്ലെങ്കിൽ വീക്കാക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇനി പ്ലേറ്റോൻ്റെ മെയിൻ ഐഡിയയിലേക്ക് വരുവാണെങ്കിൽ പ്ലേറ്റോ ബിലീവ് ചെയ്യുന്നത് ട്രൂത്ത് എക്സിസ്റ്റ്സ് ഇൻ ദ വേൾഡ് ഓഫ് ഐഡിയാസ്. അതായത് ഈ ഐഡിയാസ് ഒക്കെയുള്ള ഈ വേൾഡിലാണ് ശരിക്കും ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പി തന്നെയാണ്. ഈ ആർട്ട് എന്ന് പറയുന്നത് വീണ്ടും ഈ ഇംപെർഫെക്റ്റ് വേൾഡിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുകയാണ് കാര്യങ്ങൾ. സോ ആർട്ട് എന്ന് പറയുന്നത് ട്രൂത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അദ്ദേഹം പോയട്രി അല്ലെങ്കിൽ ആർട്ടിനെ സപ്പോർട്ട് ചെയ്തില്ല. ആകെ സപ്പോർട്ട് ചെയ്തത് ഗോഡിനെ പ്രൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മോറൽ വാല്യൂസ് പഠിപ്പിക്കുന്ന പോയട്രി ഇങ്ങനെയൊക്കെയുള്ളതിനാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. പിന്നീട് വരുന്നതാണ് അദ്ദേഹം പറയുന്നത് പോയറ്റ്സിന് ശരിക്കുമുള്ളൊരു നോളജ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഒരു പെയിൻറ്ററിന് ഒരു ഷൂ മേക്കറിനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഷൂ മേക്കിംഗ് അറിയാം എന്നല്ല. സോ അവിടെയാണ് പ്ലേറ്റോയുടെ മെയിൻ ഐഡിയ കിടക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് പോയറ്റ് എന്ന് പറയുന്നത് അവർക്ക് വാറിനെ കുറിച്ചിട്ടും പൊളിറ്റിക്സിനെ കുറിച്ചിട്ടും മെഡിസിനെ കുറിച്ചിട്ടും ലീഡർഷിപ്പിനെ കുറിച്ചിട്ടും ഒക്കെ എഴുതാം. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നുമുള്ള ഒരു റിയൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ റിയൽ നോളജ് ഇല്ല എന്നതാണ്. പക്ഷേ ഇവിടെ പ്ലേറ്റോ ആർട്ടിനെ 3 ടൈപ്പായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാണ് ആർട്ട് ഓഫ് യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ട് ഓഫ് യൂസ് എന്ന് വെച്ചാൽ ഒരു സാധനം ഉപയോഗിക്കുന്ന ആൾ. ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. ദെൻ ആർട്ട് ഓഫ് മേക്കിംഗ്, ദ മേക്കർ, അതായത് ഈ ഫ്ലൂട്ടിനെ മേക്ക് ചെയ്യുന്ന ആൾ. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ദെൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ, അതാണ് ദ പെയിൻറ്റർ ഓർ പോയറ്റ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയറ്റ്സ് എന്ന് പറയുന്നത്.
സോ ഇമിറ്റേറ്റർ ആകെ ഈ അപ്പിയറൻസിനെ മാത്രമേ കോപ്പി ചെയ്യുന്നുള്ളൂ. ഇനി അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി എന്താണെന്ന് നോക്കാം. പ്ലേറ്റോ മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം ഒബ്ജക്ട്സ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം വാട്ടറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് ആംഗിൾസ് വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ ഒബ്ജക്ട്സ് വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഈ പെയിൻറ്റേഴ്സിന് ഇതിലൂടെ ഒരുപാട് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ റീസണും കാൽക്കുലേഷനും നമ്മളെ ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ റീസൺ നമ്മളെ സേവ് ചെയ്യാണ്. ആർട്ട് ശരിക്കും ഇല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ദെൻ പോയട്രി ആൻഡ് ഇമോഷൻസ്. വീണ്ടും പ്ലേറ്റോ ഹ്യൂമൻ സോളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സോള് 2 ടൈപ്പാണ് എന്നാണ്. 2 പാർട്ടുണ്ട് സോളിന്. ഒന്ന് റാഷണൽ പാർട്ടും ഒന്ന് ഇറാഷണൽ പാർട്ടുമാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ സാഡ് ആയിരിക്കുമ്പോൾ റീസണാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ തിയേറ്റർ നമ്മൾ ഹീറോസ് ക്രൈ ചെയ്യുന്നത് കണ്ടിട്ട് അത് എൻജോയ് ചെയ്യണം, നമുക്കൊരു പ്രഷർ കിട്ടുകയാണ്. അപ്പം പ്ലേറ്റോ പറഞ്ഞത് ഡേഞ്ചറസ് ആണ് എന്നാണ്. ഈവൻ കോമഡി ഈസ് ഡേഞ്ചറസ്, നോട്ട് ഓൺലി ട്രാജഡി. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ പ്ലേറ്റോ കൺക്ലൂഡ് ചെയ്യുന്നത് ഹോമർ പോലെയുള്ള പോയറ്റ്സ് ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളായിരിക്കും, പക്ഷേ അവർ റിയൽ നോളജിനെ പഠിപ്പിക്കുന്നുമില്ല, അവരുടെ വർക്കിലൊന്നും റീസണും ഇല്ല എന്നതാണ്. സോ അദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഫൈനലി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആർട്ട് ഇസ് ഇമിറ്റേഷൻ ആൻഡ് ഇമിറ്റേഷൻ ഇസ് ഫാർ ഫ്രം ട്രൂത്ത് ആൻഡ് പോയട്രി സ്ട്രെങ്തൻസ് ഇമോഷൻസ് ആൻഡ് ഇമോഷൻസ് വീക്കൻ റീസൺ. സോ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.